നമസ്കാരം. വിനോദയാത്രകൾ, ട്രക്കിങ്ങുകൾ, അതിസാഹസിക യാത്രയൊക്കെ യുവാക്കൾക്ക് ഭയങ്കര ഹരമാണ്. എല്ലായ്പ്പോഴും നമ്മൾ ഈ പറയപ്പെടുന്ന നിയമപാലകരായാലും നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിലായാലും ആൾക്കാർ പറയാറുണ്ട്, സൈൻ ബോർഡുകൾ വെക്കാറുണ്ട്, നിങ്ങൾ പോകുമ്പോൾ എല്ലായ്പ്പോഴും അതിസൂക്ഷ്മതയോടുകൂടി തന്നെ സഞ്ചരിക്കുക. പക്ഷേ സാഹസികരൊന്നും കേൾക്കത്തില്ല. ഓക്കെ, സാഹസത്തിനിടയ്ക്ക് നമ്മളൊക്കെ ആക്സിഡൻറ്റ് പറ്റിയാൽ അത് നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു പാറപ്പുറത്ത്, വലിയ കിഴക്കാൻ തൂക്കായ ഒരു പാറപ്പുറത്ത് നമ്മൾ കയറി കാൽ വഴി താഴേക്ക് വീഴുക. മിക്കപ്പോഴും ഇങ്ങനെയുള്ള അതിസാഹസികർക്ക് സംഭവിക്കുന്നത് അവിടെ എന്തായാലും ഡേഞ്ചർ ബോർഡുകൾ ഉണ്ടായിരിക്കും. ഇവിടെ കടക്കരുത്, ഇവിടെ പോകരുതെന്ന് പറഞ്ഞാലും സാഹസികർ എപ്പോഴും അത് മറികടന്ന് പോകുന്നു. അതാണല്ലോ സാഹസികത. പക്ഷെ അത് എക്സ്ട്രീംലി ഡേഞ്ചറസും കൂടെയാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. പക്ഷെ അവർക്ക് അവരുടെ ജീവൻ പോകുന്ന വലിയ വിഷയമല്ലായിരിക്കാം. അതും ഒരു സാഹസികതയിൽ അവർ പൊലിഞ്ഞു പോയി എന്ന് അഭിമാനിക്കാം. അല്ലെങ്കിൽ ഞാൻ 30 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ, അത് ഇത്രയും കാലം അടിപൊളിയായിട്ട് ജീവിക്കണമെന്നുള്ള കോൺസെപ്റ്റുള്ള ആൾക്കാർക്കൊന്നും വിഷയമല്ല. പക്ഷേ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 10-12 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു നല്ല മല പ്രദേശത്തോ വയനാട്, മൂന്നാറോ, ഇടുക്കിയോ പോലുള്ള കേരളത്തിലെ ഒരു സ്ഥലത്തിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചിന്തിക്കുന്നില്ല, നമ്മൾ മരണപ്പെട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം വളരെ സമാധാനമായിട്ടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹപ്രവർത്തകരോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒക്കെ പോകുന്നവരായിരിക്കാം. അങ്ങനെ പോയ കൂട്ടത്തിലാണ് നിഷ്മ എന്ന ഒരു യുവതിക്ക് അതിദാരുണമായി മരണപ്പെടേണ്ടി വന്നത്. അതൊരിക്കലും അവളുടെ അതിസാഹസികത കൊണ്ടായിരുന്നില്ല. ആ റിസോർട്ടിൻ്റെ, വയനാട്ടിലെ മേൽപ്പാടിയിലെ 900 കണ്ടി റിസോർട്ട്സ്, എമറാൾഡ് എന്ന് പറയുന്ന ആ ഒരു ശൃംഖലയുടെ, റിസോർട്ട് ശൃംഖലയുടെ കീഴിൽ വരുന്ന 900 കണ്ടിയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. അവരുടെ ഹട്ട് തകർന്ന് വീണ് ആ പെൺകുട്ടി മരിക്കുകയായിരുന്നു. അതായത് ഹട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന സാധനങ്ങളാണ് ഏറുമാടങ്ങൾ, ഹട്ടുകൾ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഹട്ട് ഉള്ള സ്ഥലം നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഏറുമാടങ്ങളിൽ താമസിക്കാം. അതൊക്കെ ഇന്നത്തെ വയനാട്ടിലും മൂന്നാറിലും ഒക്കെ ഇങ്ങനത്തെ റിസോർട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അതിൽ പകുതിയിലധികവും അനധികൃതമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമല്ല. കാരണം നമുക്കറിയാം, പണ്ട് അച്യുതാനന്ദന്റെ കാലത്ത് ഈ മൂന്നാറിൽ കയ്യേറ്റങ്ങളുടെ കീഴിൽ ഒരുപാട് റിസോർട്ടുകൾ ഇടിച്ചു നിരത്തുകയുണ്ടായി. ആരാണ് ഇവർക്കൊക്കെ ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം. എന്തുകൊണ്ടാണ് മേൽപ്പാടിയിലും ചൂരൽക്കൈയിലും മുണ്ടക്കയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? പ്രകൃതിയുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെ, അതിൻ്റെ ആ ഒരു സമാധാനത്തെ തകർത്ത് കളയാനാണ് റിസോർട്ടുകൾ ഉണ്ടാക്കുന്നത്. കാരണം പാറ ഇടിച്ചും മലയിടിച്ചും മലയിളക്കിയും പൈലിംഗ് ചെയ്തുമാണ് ഇങ്ങനെയുള്ളതെല്ലാം കെട്ടിപ്പൊക്കുന്നത്. അക്കൂട്ടത്തിൽ അവരുടെ ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേയധികം ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പച്ചപ്പ് തരുന്ന, ഹരിതാപ തരുന്ന, ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം. ശരിയാണ്, ഈ 900 കണ്ടി റിസോർട്ട് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന 7 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് ജീപ്പിലാണ് അവിടെ എത്തുന്നത്. ആ ജീപ്പിലെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഈ കൂടാരങ്ങൾ അല്ലെങ്കിൽ ഹട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ കിടന്നുറങ്ങവെയാണ് ഈ ഹട്ട് തകർന്ന് ഈ പെൺകുട്ടി അതിദാരുണമായി മരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഈ നീഷ്മ മാത്രമേ മരിച്ചുള്ളൂ. മറ്റുള്ളവർക്കൊന്നും വലിയ പരിക്കുകളില്ല. മരം തകർന്ന് വീണു, അല്ലെങ്കിൽ ഈ കാട്ടിലെ ഓലകൾ കൊണ്ടുണ്ടാക്കുന്ന അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്താൽ അത് നനഞ്ഞു കുതിർന്ന് ഭാരം കൂടും, വെള്ളം അതിൽ തങ്ങി നിന്നുകൊണ്ട്. അങ്ങനെയാണ് ആ പെൺകുട്ടി കൂര തകർന്ന് മരിക്കുന്നത്. പക്ഷേ ആ കൂര തകർന്ന് മരിക്കുമ്പോൾ അതിൻ്റെ താഴെ അതിന് കൊടുത്തിരിക്കുന്ന മരക്കാലുകൾക്ക് ദ്രവീകരണം സംഭവിച്ചിരുന്നു. അത് ഏറ്റവും സുതാര്യമായിട്ട് തന്നെ വ്യക്തമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ശരിക്കും റിസോർട്ടിന്റെ അനാസ്ഥ തന്നെയാണെന്ന് പറഞ്ഞ് അതിന്റെ മാനേജറെയും സൂപ്പർവൈസറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവൻ പോയില്ലേ. ഇപ്പോൾ നിഷ്മയുടെ ഉമ്മി പറയുന്നത് ഞങ്ങൾക്ക് ഈ ഒരു മരണത്തിൽ സംശയമുണ്ടെന്നാണ്. കാരണം വേറെ ആർക്കും ഒരു കുഴപ്പവുമില്ല. പരിക്കെന്ന് പറഞ്ഞാൽ നിസ്സാരമായ പരിക്കൾ, അത് അവരുടെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ സംഭവിച്ചതാണ്. എല്ലാവരോടൊപ്പം കിടന്നുണ്ടെങ്കിൽ നിഷ്മ മാത്രം എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസിന്. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും റിസോർട്ടിന്റെ അനാസ്ഥ കൊണ്ട് ഇതിനു മുമ്പും ജീവനുകൾ പൊലിയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ റിസോർട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ അതിന്റെ ഒരു എൻട്രൻസിലാണ്, അങ്ങോട്ട് കടക്കാനുള്ള എൻട്രൻസിലാണ് ഈ ഹട്ടുകൾ നിൽക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ എന്നെ അടച്ചുപൂട്ടേണ്ടതാണ്. ദുരന്തമുണ്ടാകും, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് അത് ഉണ്ടാകത്തില്ലെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ റിസോർട്ടുകളുടെ, അല്ലെങ്കിൽ വമ്പൻ കാശുകാരുടെ ആയിരിക്കും ഉറപ്പായിട്ടും റിസോർട്ടുകൾ എന്ന് പറയുന്നത്. ആ റിസോർട്ടുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ കയ്യേറി, ഇങ്ങനെ വെച്ചുകെട്ടി ആൾക്കാരുടെ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ പൈസയും വാങ്ങി അവരെ സന്തോഷിപ്പിക്കാനെന്ന് വ്യാജന വയ്ക്കുന്ന പക്കാ ബിസിനസ് മാത്രമാണ്. അവരുടെ ജീവൻ ഒരു പുല്ലിന്റെ വില പോലും ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചായത്തിന്റെ അനുമതി നിഷേധിച്ച് 2 വർഷത്തോളമായി. ഏതോ ഒരു പ്രാവശ്യം മാത്രമാണ് പഞ്ചായത്ത് അനുമതി കൊടുത്തുള്ളത് പഞ്ചായത്തുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാനും ക്രോസ് ചെക്കാനും ഇവിടെ ആരുമില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അന്നത്തെ മന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ചെയ്ത സാധനത്തിന് പോലും വിലയില്ലായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ ക്രിറ്റിസിസം ഉണ്ടായി. അദ്ദേഹം അന്നേ പറഞ്ഞതാണ്, ഇത് കയ്യേറ്റമാണ്, ഇത് വനമേഖലയെ നശിപ്പിക്കും, ഇത് ഈ വയനാടിനെ ഇല്ലാതാക്കും, മൂന്നാറിനെ ഇല്ലാതാക്കും. അത് സത്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ഓരോ പ്രാവശ്യവും ഓരോ മഴയ്ക്കും ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈ നമുക്ക് സമ്മാനിച്ചത്. ഇനിയും അതുപോലുള്ള ദുരന്തങ്ങൾ, ഒരുപക്ഷെ ദുരന്തങ്ങളിൽ പെടാൻ പോകുന്ന വിനോദസഞ്ചാരികളായിരിക്കും. അതുകൊണ്ട് ഈ റിസോർട്ടുകൾക്കെതിരെ, അനധികൃത
വിഘാതമായി വർക്ക് ചെയ്യുന്ന, നാച്ചുറലിനെതിരായി വർക്ക് ചെയ്യുന്ന, പ്രകൃതിക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന് തന്നെയാണ് നമുക്കും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിനും തേർഡ് ഐ ന്യൂസിനും ഈ ജനപ്രതിനിധികളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപാട് വിനോദസഞ്ചാരികളുടെയും ഒരുപാട് നല്ല ഗ്രാമങ്ങളും കൂട്ടത്തോടെ നശിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.